ഈ കഴിഞ്ഞ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ എനിക്കിഷ്ടപ്പെട്ട 5 സിനിമകൾ ഞാൻ ഒരു സീരീസായിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഫിഫ്ത്ത് ആൻഡ് ലാസ്റ്റ് ഫിലിമാണ് ഫെമിനിച്ചി ഫാത്തിമ. അപ്പോൾ ഫെമിനിച്ചി ഫാത്തിമയുടെ സ്ക്രീനിങ് നടക്കുമ്പോൾ ബാംഗ്ലൂരിൽ തിയേറ്റർ ഫുള്ളി പാക്ഡ് ആയിരുന്നു. സിനിമയുടെ സ്ക്രീനിങ്ങിന് ശേഷമുള്ള പിന്നെ Q&Aയിൽ ഒരുപാട് നോൺ മലയാളീസ് ഈ സിനിമ കണ്ടിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഡയറക്ടർ ഫാസിൽ മുഹമ്മദിൻ്റെ അടുത്ത് ചെന്ന് അവരുടെ ഒരു അപ്രിസിയേഷൻ പറയുകയും കൂട്ടത്തിൽ അവർ പറഞ്ഞൊരു കാര്യം ഉണ്ട്. അതായത് ഈ സിനിമയുടെ തീം ഇപ്പോഴും നമ്മൾ എത്ര അഡ്വാൻസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞാലും ഈ സിനിമയുടെ തീം യൂണിവേഴ്സലാണ്, അതിപ്പോഴും റെലവൻ്റ് ആണ്. ഇതിൻ്റെ ഒരു തീം മനസ്സിലാക്കാനായിട്ട് അവർക്ക് അങ്ങനെ സബ് ടൈറ്റിലിൻ്റെയോ ഒരു പ്രത്യേക ലാംഗ്വേജിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഫാസിലിൻ്റെ സ്പീച്ചിൽ ഫാസിൽ പറഞ്ഞൊരു കാര്യം റെലവൻ്റ് ആണ്. അതായത് ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ റെവല്യൂഷനും സംഭവിക്കുന്നത് ബേസിക്കലി നമ്മളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിലെ അടുക്കളയിൽ നിന്നോ ആണ്. അപ്പോൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ട്രാൻസ്ഫർമേഷൻ ഇതിലെ ക്യാരക്ടറായിട്ടുള്ള സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ഫാത്തിമയ്ക്ക് സംഭവിക്കുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഫെമിനിച്ചി ഫാത്തിമ ഇപ്പോൾ കഴിഞ്ഞ IFKയിലും ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ്. അതുപോലെ തന്നെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും ജൂറിയുടെ സ്പെഷ്യൽ മെൻഷൻ ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരിക്കും ഫെമിനിച്ചി ഫാത്തിമയെ ഇത്ര ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഇത്രയേറെ ജനശ്രദ്ധ കിട്ടിയ ഫാക്ടേഴ്സ് എന്തായിരിക്കും? നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഫെമിനിച്ചി ഫാത്തിമയുടെ പ്ലോട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അതായത് അല്ലെങ്കിൽ നമ്മൾ ഡൗട്ട് നമുക്ക് വരുന്നൊരു ഏരിയ, ആദ്യം തന്നെ ഡൗട്ട് ചെയ്യുന്നൊരു ഏരിയ എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ ഫാത്തിമയാണോ അതോ ഫാത്തിമയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ക്രിട്ടിക്കൽ നീഡായിട്ടുള്ള ബെഡാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ ഈ സിനിമയിലെ ഗ്ലാമറസ് ആയിട്ടുള്ള താരം ബെഡ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ പ്ലോട്ട് ഇത് ഫാത്തിമ ഈ സിനിമയുടെ കഥ നടക്കുന്നത് പൊന്നാനിയിലെ ഒരു കോസ്റ്റൽ ഏരിയയിലാണ്. അവിടുത്തെ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ഒരു ഏരിയയാണ്, ഒരു ലൊക്കാലിറ്റിയാണ് ഈ സിനിമയിലെ ഒരു മെയിൻ പ്ലോട്ടിൽ വരുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വീട്ടിലെ ഒരു സാധാരണ വീട്ടമ്മയാണ് നമ്മുടെ ഫാത്തിമയ്ക്ക് അങ്ങനെ സറൗണ്ടിങ്ങിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പൊതുവെ സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാളാണ് ഫാത്തിമ. അപ്പോൾ ഫാത്തിമയുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിട്ടിക്കൽ നീഡ്, അതായത് ഫാത്തിമ ഉപയോഗിച്ചിരുന്ന ബെഡ് ഒരു പരമാവധി കേടായി. അപ്പോൾ അത് കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു. അതിനുശേഷം ഫാത്തിമ ഫാത്തിമ എന്നല്ല, എല്ലാവരുടെയും ഒരു ബേസിക് റൈറ്റ് ആണല്ലോ നല്ലൊരു കിടക്കൽ, വളരെ സമാധാനപരമായ നടുവൊക്കെ നിവർത്തി പിന്നെ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് ഒരു ബേസിക് റൈറ്റാണ്. അപ്പോൾ അത് അവിടെ ഡിനേ ചെയ്യപ്പെട്ടപ്പോൾ ഫാത്തിമയുടെ ഒരു പുതിയ ബെഡിൻ്റെ നീഡുമായിട്ട് ഫാത്തിമയുടെ ഹസ്ബൻഡ് അഷ്റഫ് അവിടുത്തെ ഒരു ഉസ്താദാണ് ആ ഏരിയയിൽ. അപ്പോൾ അഷ്റഫിനോട് ഇങ്ങനെ പറയാണ് എനിക്കൊരു ബെഡ് വേണം. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലാണ് ഫാത്തിമ ശരിക്കും റിയലൈസ് ചെയ്യുന്നത്. അതായത് അത്യാവശ്യം നല്ല പാട്രിയാർക്കി മോഡിൽ റൺ ചെയ്യുന്നൊരു വീട്ടിൽ ഫാത്തിമയുടെ നിലയും വിലയൊക്കെ എന്താണ്, എന്ത് വാല്യൂ ആണ് ഫാത്തിമയ്ക്ക് അവിടെ ഉള്ളത് എന്നുള്ളൊരു കാര്യം ഫാത്തിമ ആ ഒരു മൊമെൻറ്റിലാണ് റിയലൈസ് ചെയ്യുന്നത്. ഫാത്തിമയുടെ ലൈഫിലെ ഒരു വലിയ ലൈഫ് ലെസൺ അവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഫാത്തിമ എല്ലാ വഴിയിലൂടെയും, അതായത് കാശ് എന്തായാലും ഇതിന് വേണ്ടിയുള്ളൊരു കാശ്, വരുമാനമില്ലാത്ത ഫാത്തിമയുടെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ. അപ്പോൾ കാശില്ലാതെ എങ്ങനെ ഒരു ബെഡ് സംഘടിപ്പിക്കാം എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തു നോക്കി. ഒന്നും ശരിയായില്ല. അപ്പം ഈ ഒരു ജേണിയിലൂടെ ഈ ഒരു ബെഡ് കിട്ടുക അല്ലെങ്കിൽ ഒരു ബെഡ് വാങ്ങാനുള്ള പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഫാത്തിമ ഫേസ് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾസ്, അതുപോലെ തന്നെ ചാലഞ്ചസ്, ഇനി അതിലും മീതെയുള്ള ഒരുപാട് ഹാർഡ്ഷിപ്സ്, ഇതെല്ലാം ഫാത്തിമേനെ കൊണ്ടെത്തിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷനുണ്ട്. ആ ട്രാൻസ്ഫർമേഷനാണ് ഫാത്തിമയുടെ ലൈഫിൻ്റെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു ഫാത്തിമ ട്രാൻസ്ഫോം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ആ വീട് മൊത്തം ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസിലാണ്
ഈ ഒരു പ്രോസസ്സ്, ഫാത്തിമയുടെ ഈ ബെഡ് മേടിക്കാനുള്ള ഈ ജേണിയുടെ ഈ പ്രോസസ്സിലാണ് ഡയറക്ടർ ഫാസിൽ എല്ലാ ഈ സിനിമയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എല്ലാ സോഷ്യൽ കമൻട്രിയും കൊണ്ടുവരുന്നത് ഈ ഒരു ഫേസിലാണ്. അപ്പോൾ അതിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് മുസ്ലിം ആയതുകൊണ്ട് തന്നെ പിന്നെ ആ റിലീജിയനിലെ കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ സൂപ്പർസ്റ്റിഷനുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഏരിയയുടെ ഒരു സോഷ്യൽ കൾച്ചറൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട്. അതിൻ്റെ കൂടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ മാറേണ്ടത് എന്ന് പറയുന്നൊരു, ഏതൊക്കെ ഏരിയയിലാണ് റീവർക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രോഗ്രസീവ്, അതായത് കാലത്തിനനുസരിച്ച് നമ്മൾ മുന്നേറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് മാറ്റം വരേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ക്ലീനായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന, അതായത് ഫുൾ സിനിമയിൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമറോ സറ്റയറോ എന്നൊക്കെ പറയാവുന്ന സീക്വൻസിലൂടെയാണ് എല്ലാ ഇതുപോലെയുള്ള എല്ലാ മെസ്സേജിങ്ങും വരുന്നത്. അപ്പോൾ അത് വളരെ വളരെ പ്രിസൈസായിട്ടും അതുപോലെ തന്നെ വന്നാൽ വളരെ സിമ്പിളായിട്ടും ഓഡിയൻസിന് മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. അപ്പോൾ ഫെമിനിച്ചി ഫാത്തിമയിൽ അവതരിപ്പിക്കുന്ന ഈ തീം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിനിമകളിൽ മുൻപ് വന്നിട്ടുള്ള തീമൊക്കെ തന്നെയാണ്. പക്ഷേ സെൻട്രലൈസ് ചെയ്ത്, അതായത് ബെഡ് എന്ന് പറഞ്ഞൊരു ഓബ്ജക്റ്റിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് പിന്നെ ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന ഈ രീതി എന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ ഒരു ഇറാനിയൻ സിനിമകളിലെ ഒരു ചെറിയ തീമുകൾ വെച്ച് വലിയ ആശയങ്ങൾ കവർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു അപ്രോച്ച് ഈ സിനിമയിൽ ഉള്ള പോലെ എനിക്ക് തോന്നിയത്. ഫാസിൽ റസാക്കിൻ്റെ തടവ് കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. അപ്പോൾ എനിക്കിതിൽ ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന ഫ്രാൻസിസ് ആണ്. എനിക്കിതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷോട്ടുണ്ട്. അതായത് ഈ ഫാത്തിമയുടെ ഫ്രണ്ടും കൂടി ഒരു ബെഡ് ചുമന്നുകൊണ്ട് ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുന്നൊരു ഷോട്ടുണ്ട്. ആ ഒരു ഏരിയയുടെ കംപ്ലീറ്റ് ഒരു ക്യാരക്ടർ ഈ ഒരു ക്യാമറ ഗ്രാബ് ചെയ്യുന്നൊരു ഫീലാണ് ആ ഷോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഷോട്ടുകൾ അല്ലെങ്കിൽ മ്യൂസിക്കിലൊന്നും നമ്മളങ്ങനെ അത്ര വലിയൊരു പ്രാധാന്യമൊന്നും കൊടുക്കില്ല. കാരണം നമ്മൾ ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു ലൈറ്റർ ടോണിൽ നമ്മൾ വളരെ എൻഗേജിങ് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ഫാക്ടേഴ്സൊന്നും അത്ര കാര്യമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ സിനിമയുടെ വേറൊരു വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഈ സിനിമ ഒട്ടും പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഉപയോഗിക്കാതെ, ലാംഗ്വേജ് ആയാലും അതുപോലെ തന്നെ പ്രീച്ചിങ് ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ വളരെ ഹ്യൂമറസ് ആയിട്ടാണ് ഈ ഒരു മെസ്സേജ് വളരെ ഇഫക്റ്റീവായിട്ട് ഈ മെസ്സേജ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും വലിയൊരു ബാക്ക് ബോണാണ് ഇതിലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആക്ടിംഗ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അത്ര നാച്ചുറലായിട്ട് ആ ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ആളുകൾ അവരെങ്ങനെ അവരുടെ ഒരു ഡെയിലി ലൈഫ് ലീഡ് ചെയ്യുന്നു, അതുപോലെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ് അതിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ അറിഞ്ഞത് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഫാസിലും അതുപോലെ ഇതിൽ അഭിനയിച്ച മിക്ക ആക്ടേഴ്സും പൊന്നാനി തന്നെ ആ ഒരു പ്രദേശവുമായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ട് ഉള്ള അവിടെയുള്ള ആളുകളാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഇത്ര ഈസിൽ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ബിഹേവ് ചെയ്യുന്ന പോലെ, നമുക്ക് വളരെ നാച്ചുറലായിട്ട് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്ന ഫെമിനിച്ചി ഫാത്തിമയായിട്ട് വരുന്ന ഷംല ഹംസയാണ്. ഹാറ്റ്സ് ഓഫ്. കാരണം ഷംലയുടെ ഒക്കെ ഒരു ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇതൊരു ക്യാരക്ടറാണോ അതൊരു റിയൽ ഇതാണോ എന്നുള്ള രീതിയിലാണ് നമുക്ക് ശരിക്കും തോന്നുന്നത്. അതുപോലെ പിന്നെ ഫാത്തിമയുടെ ഫ്രണ്ടായിട്ട് സുഹറ എന്ന് പറഞ്ഞ ക്യാരക്ടർ, തൊട്ടപ്പുറത്തെ വീട്ടിൽ സുഹറയായിട്ട് വരുന്നത് വിജി വിശ്വനാഥാണ്. വളരെ ലൈവ്ലിയാണ് ഈ സിനിമയിൽ. അതുപോലെ പിന്നെ ഒരു പ്രാക്ടിക്കറൊക്കെ ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറുണ്ട്, രാജി ചെയ്യുന്നതാണ്. ആ ക്യാരക്ടറിനൊക്കെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് കേട്ടോ സിനിമയിൽ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതിൽ പിന്നെ ഫാത്തിമയുടെ മദർ ഇൻ ലോ ഉണ്ട്. അവരും നല്ല ആക്ടിങ് ആണ്, അത്യാവശ്യം നല്ലൊരു ഫെമിനിസ്റ്റാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിൽ ഈ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും നടുവിൽ ഏറ്റവും സെൻട്രലായിട്ട് നിൽക്കുന്ന ഒരു മെയിൽ ക്യാരക്ടറാണ് നമ്മുടെ ഉസ്താദായിട്ട് വരുന്ന കുമാർ സുനിൽ.
സത്യത്തിൽ ഈ ക്യാരക്ടർ പാട്രിയാർക്കി ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിലും കുടുംബത്തോട് സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരുപാട് ഒക്കേഷൻസിലൊക്കെ സുനിൽ വളരെ നന്നായിട്ട് ഇവരുടെ കൂടെ വളരെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാ ആക്ടേഴ്സും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, അവാർഡ് സിനിമയാണോ, അങ്ങനത്തെ ഒരു നേച്ചറുള്ള സിനിമയാണോ? ഒരിക്കലും അല്ല. വളരെയധികം എൻഗേജിങ് ആയിട്ടുള്ള നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു നല്ല സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. അപ്പോൾ ഈ സിനിമ ഞാൻ കാണാത്ത, ഇനി ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും സിനിമ എവിടെ റിലീസായാലും ഞാൻ ഈ സിനിമ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈലി റെക്കമെൻഡഡ് ഒരു ഫിലിമായിട്ടാണ് ഞാനിത് റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട റിവ്യൂസൊക്കെ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വേറൊരു നല്ല സിനിമയൊക്കെ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.